കൊയ്യണ മെഷീനാണ് വരുന്നത്. ഇത് ചളിയിൽ കൊയ്യാൻ വളരെ സൗകര്യമാണ്. ഈ ഒരു മെഷീൻ ഉണ്ടാവുകൊണ്ടാണ് ഇപ്പോൾ കർഷകർക്ക് ഇത് കൊയ്തെടുത്ത് ഒരറ്റത്ത് കൊണ്ടുപോയി വെക്കാൻ കഴിയുന്നത്. ഈ മെഷീൻ കൊയ്ത് നെല്ലാക്കിയിട്ട് ആ നെല്ല് നമുക്ക് വണ്ടി വരുന്ന ഭാഗത്ത് ഈ മെഷീൻ തന്നെയാണ് എത്തിച്ചു തരികയാണ്. ഇതിലിപ്പോ ഒരു പച്ച കാണുന്നത് ഇത് പിന്നെ വേസ്റ്റ് ഒന്നുമല്ല, പതിരൊന്നുമല്ല. ഇത് കറക്റ്റ് നല്ല മൂത്ത നെല്ലാണ്. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് നെല്ല് നല്ല അടിപൊളി നെല്ല് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട വീഡിയോന്റെ ബാക്കിയാണിത്. പിന്നെ അന്ന് കൊയ്യാനായ നെല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം അത് കൊയ്ത് തുടങ്ങി. പിന്നെ 2 ദിവസമായി ഞങ്ങൾ കൊയ്ത്ത് തുടങ്ങിയിട്ട്. ഇങ്ങനെ നമുക്ക് എങ്ങനെയായാലും ദൈവം സഹായിച്ചിട്ട് എങ്ങനെയായാലും നമുക്കിത് ഇപ്പോൾ വളരെ സൗകര്യമായിട്ട് 2 ദിവസം തീരെ മഴയില്ല. അതുകൊണ്ട് കൊയ്ത്ത് വളരെ ഉഷാറായി നടക്കുന്നുണ്ട്. ഞങ്ങളെ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നെല്ല് ഉണക്കിയെടുക്കാനുള്ള ഒരു സംവിധാനം കൃഷി വകുപ്പിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടണം. കാരണം ഇത്രയും അധികം ഏരിയ ഉണ്ടായിട്ടും ഇത് ഉണക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് കർഷകരൊന്നും തന്നെ ഇവിടെ ഈ നെല്ലുണ്ടാക്കാൻ മടിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇത് ഉണക്കിയെടുക്കാനുള്ള ഒരു സംവിധാനം കൃഷി വകുപ്പ് ചെയ്യണം. അതിനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതിനൊരു സംവിധാനം ഇവർ ചെയ്ത് തരികയാണെങ്കിൽ ഒരുപാട് കർഷകർ ഇവിടേക്ക് വരും. ഏകദേശം 100 ഏക്കറോളം കൃഷി ഇവിടെ ചെയ്യും ആൾക്കാർ. ഈ വെറുതെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ പുഞ്ചകൃഷി ചെയ്യാൻ തയ്യാറാണ് കർഷകർ. അത് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും ചെയ്തു തരേണ്ട ഒരു അത്യാവശ്യമാണ്. എന്നാലേ ഈ കൃഷി ഇവിടെ മുന്നോട്ട് പോവുകയുള്ളൂ. ഇവിടെ നമ്മൾ കൊയ്യണ മെഷീനാണ് വരുന്നത്. ഇത് ചളിയിൽ കൊയ്യാൻ വളരെ സൗകര്യമാണ്. ഈ ഒരു മെഷീൻ ഉണ്ടാവുകൊണ്ടാണ് ഇപ്പോൾ കർഷകർക്ക് ഇത് കൊയ്തെടുത്ത് ഒരറ്റത്ത് കൊണ്ടുപോയി വെക്കാൻ കഴിയുന്നത്. ഈ മെഷീൻ കൊയ്ത് നെല്ലാക്കിയിട്ട് ആ നെല്ല് നമുക്ക് വണ്ടി വരുന്ന ഭാഗത്ത് ഈ മെഷീൻ തന്നെയാണ് എത്തിച്ചു തരികയാണ്. അത് വളരെയധികം കർഷകർക്ക് ഉപകാരമാണ്. ഈ ഒരു മെഷീനറി ഉണ്ടാവുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കർഷകർ നെൽകൃഷി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് ആളെ കൊണ്ട് മാൻ പവർ വെച്ചത് കൊയ്തെടുക്കാൻ കഴിയാത്തൊരു രീതിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഈ മെഷീൻ വളരെയധികം ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഈ മെഷീനിൽ നെല്ല് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. വൈക്കോല് പുറത്തേക്ക് തള്ളുകയാണ്. ഈ വെള്ളയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ചളി കൊയ്യ കാരണം വൈക്കോല് കിട്ടൂല. വൈക്കോല് നഷ്ടപ്പെടുകയല്ല, കണ്ടത്തിൽ വളമായി മാറുകയാണ് അത് വീണ്ടും. അതുകൊണ്ട് വൈക്കോലൊക്കെ ഇങ്ങനെ പൊടിയായിട്ട് പോവുക ചെയ്യുക. നെല്ല് അതിലൊരു 600 കിലോ വരെ അതിന്റെ ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. വർഷക്കാലത്ത് പിന്നെ ഈ മെഷീനാണ് നമുക്ക് ഇവിടെ പറ്റുള്ളൂ. വളരെ സൗകര്യമാണ് ഈ ഒരു മെഷീന് വർഷക്കാലത്ത് ചളിയിൽ കൊയ്യാൻ നമുക്കുള്ളത്. ഇത് വന്ന് ഡയറക്റ്റ് ചാക്കിലാണ് ഇത് കൊടുക്കുന്നത്. ഡയറക്റ്റ് ഇത് ഓട്ടോമാറ്റിക് മെഷീനാണ് ഫുള്ളായിട്ടുള്ളത്. ഇത് ഡയറക്റ്റ് ചാക്കിക്ക് തന്നെയാണ് നെല്ല് ചെരിയുന്നത്. ഇത് കണ്ടാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. വളരെയധികം സൗകര്യമാണ്. കുടിച്ചേരണോ? ഇതാണ് നെല്ല്. പിന്നെ പാടത്തുനിന്ന് ഡയറക്റ്റ് വന്ന് നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് തന്നെ നെല്ല് സൗകര്യത്തിന് ചാക്കിക്ക് തന്നെ തട്ടുന്ന ഒരു രീതിയാണിത്. നല്ല സൗകര്യമാണ്. കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. ഞങ്ങളെ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉണക്കാനുള്ള ഒരു സ്ഥലമില്ലാത്തൊരു പ്രശ്നം ഞങ്ങൾക്കുണ്ട്. അത് കൃഷി വകുപ്പ് ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു 10-50 ടണ്ണ് ഉണക്കാനുള്ള ഒരു സംവിധാനം ചെയ്ത് തരികയാണെങ്കിൽ ഇവിടെ ഏകദേശം നല്ലൊരു 100 ഏക്കറോളം കൃഷി ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണ്. ജനങ്ങൾക്ക് ഇത് ഉണക്കാൻ സ്ഥലമില്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു പ്രശ്നമാണ്. കർഷകർക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇത് ഉണക്കണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കുറേശ്ശെ ഇട്ട് ഉണക്കിയെടുക്കണമെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. പ്രാവശ്യം മഴ വല്ലാതെ ഞങ്ങൾക്ക് മഴ ഉണ്ടെങ്കിലും ഈ കൊയ്യുന്ന സമയത്ത് 2 ദിവസം മഴ ഇല്ലാത്തത് കൊണ്ട് വളരെയധികം സൗകര്യപ്പെട്ടിട്ടുണ്ട്. ഈ 2 ദിവസം ദൈവം തമ്പുരാൻ നമുക്ക് കനിവായിട്ട് സഹായിച്ചു തന്നിട്ടുണ്ട്. അത് വല്ലാത്തൊരു സൗകര്യമാണ്. വീണ്ടും ഒരിക്കൽ കൂടി പറയാനുള്ളത് തന്നെയാണ്, ഇത് ഉണക്കിയെടുക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഉണക്കിയെടുക്കലാണ് ഞങ്ങളെ പ്രശ്നം. ഇതിലിപ്പോ ഒരു പച്ച കാണുന്നത് ഇത് പിന്നെ വേസ്റ്റ് ഒന്നുമല്ല, പതിരൊന്നുമല്ല. ഇത് കറക്റ്റ് നല്ല മൂത്ത നെല്ലാണ്. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് നെല്ല് നല്ല അടിപൊളി നെല്ല് തന്നെയാണ്. സാധാ മറ്റു നെല്ല് പോലെ തന്നെ. മനുരത്ന എന്ന അതിന്റെ പേര്. ഇത് നമ്മളെ ഭാഗത്ത് ആദ്യമായിട്ടാണ് കൃഷി ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ തൃശ്ശൂർ പിന്നെ കാർഷിക സർവകലാശാലയിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്യുന്നതാണത്. പിന്നെ ഈ വിത്തിന് നമ്മളെ മറ്റുള്ള വിത്തിനേക്കാളും നല്ല വലിപ്പമുള്ള ഒരു വിത്ത് കൂടിയാണ്. നല്ല ഭംഗിയുള്ള സാധനമാണ്. ഇത് സപ്ലൈക്കോക്കാണ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ മറ്റുള്ള
ടൈമിൽ ചെയ്യുന്ന പോലെ തന്നെ ഈ ടൈമിലും സപ്ലൈ കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് ഉപയോഗിക്കലുണ്ടോ? ഞങ്ങൾ കുറച്ച് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഉണങ്ങല്ലാതെ മറ്റേ പുഴുങ്ങല്. പുഴുക്കിയിട്ട് പുഴുക്കല്ലിന് best അത് ബെസ്റ്റാണത്. അല്ലേ? ഇത് മറ്റേ മട്ടയാണ്. മട്ടയുണ്ട്. മട്ടയാണ്. അപ്പൊ അത് തവിട് കളയാതെ തന്നെ അവിടെ തന്നെ കിട്ടും. കുറെ ആളുകൾ ഇത് സ്വന്തം വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നവർ തന്നെയാണ്. പേര് കൂടിയിട്ടപ്പോ ഇത് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 10-12 പേരുണ്ടാവും. ഒരുമിച്ചായിട്ട് എല്ലാവരും ഒരുമിച്ചായിട്ട് ചെയ്യുന്നതാണ്. എല്ലാ രീതിയിൽ പോകുന്നു. അടുത്ത് പറ്റുന്നുണ്ടെങ്കിൽ ഒരു 3 ടൈമും കൂടി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയെന്നുണ്ടെങ്കിൽ അത് നടക്കും. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ സൗകര്യമുള്ളൊരു സ്ഥലമാണ് ഈ പാലുപ്പാടം എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. എല്ലാവരും കൂടി സഹകരിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നമ്മൾ പ്രത്യേക ലാഭം മറ്റുള്ളത് കരുതിയിട്ടൊന്നുമല്ല, ഒരു കൃഷി അതിനോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാവരും ഇതിലേക്ക് മുന്നിട്ടിറങ്ങുന്നത്. ഇത് ചെറിയൊരു ഘട്ടത്തിൽ നെല്ല് മാത്രമേ ഉള്ളൂ. ചെറിയ കേടൊക്കെ ഉണ്ടായിരുന്നു. അതാണത് കുറച്ച് നെല്ല് കുറയാണ്ടായൊരു കാരണം. എത്ര ആക്കുന്നുണ്ട് ഇപ്പൊ ഇത്? ഇതില് 5 ഏക്കർ നെല്ല്. 5 ആക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഓരോ അത് ഫുള്ളാകുമ്പോൾ കൊടുന്ന് തട്ടില്ല. കൊടുന്നു തട്ടും.